ഹലോ, ഈദ് സ്പെഷ്യലായിട്ട് നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കി? ഞങ്ങൾ ബീഫ് മന്തിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ആദ്യം ക്യാപ്സിക്കും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് മാഗി ക്യൂബ് 2 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, 4-5 പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യമുള്ളത് എടുത്ത് മിക്സിയിലൊന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കാം. പിന്നെ അതേ ജാറിൽ തന്നെ 3-4 തക്കാളി എടുത്ത് അത് ഇങ്ങനെ പേസ്റ്റാക്കി മാറ്റി വെക്കാം. പിന്നെ ഞാൻ ബീഫിൽ ഓവറായിട്ട് മസാലയൊന്നും ഇടുന്നില്ല. മന്തി മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വിസിലടുപ്പിച്ച് വേവിച്ച് മാറ്റി വെക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ സവാള ഇട്ട് സവാള നന്നായി വഴറ്റുക. സവാള നന്നായി വഴറ്റി വന്നാൽ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കനും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റണം. കുറച്ച് നേരം അതിൽ കടന്ന് വഴലണം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം അരച്ചില്ലേ മല്ലിച്ചപ്പ്, പച്ചമുളക്, ആ മസാല ഒഴിക്കുക. അതിന് ശേഷം തക്കാളി പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച ബീഫ് ഇതിലേക്ക് ഇടുക. ഇതിലിട്ട് ഇതിൽ കിടന്ന് കുറച്ച് നേരം വേവണം. കാരണം ബീഫല്ലേ, ഒന്ന് അതിൽ കിടന്ന് ഇതായാലേ ഉള്ളൂ അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ. അത് നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ ചോറ് ഇവിടെ വേവിച്ച് ഊറ്റി വെച്ചിരുന്നു, അത് ഇതിലേക്കിട്ട് ദം ചെയ്യാണ്. ചോറെല്ലാം അതിൻ്റെ മുകളിലേക്കിട്ട് 3-4 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത്തിരി ഫുഡ് കളറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞങ്ങളിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. സ്മോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വാഴയില വെച്ച് ദം ചെയ്യുക. ഒരു അരമണിക്കൂർ ദം ചെയ്യണം.